എന്നോട് ഈ ഡിവിഷനിൽ തൊട്ട് പുറകിൽ പുഞ്ചത്തോടിൻ്റെ ഭാഗമായിട്ടുള്ള കൈവഴിയാണ് എൻ്റെ പുറകിൽ ഓടുന്നത്. തൊട്ടപ്പുറത്ത് കുടുംബിക്കോണിലെ ആളുകളാണ്. കുടുംബിക്കോണിലെ ആളുകൾ എന്നോട് ആദ്യം ഒരു 3-4 മാസം മുമ്പ് പരാതി പറഞ്ഞു. ഇതിൽ തോട്ടിലേക്ക് വേസ്റ്റ് ഒഴുകുന്ന പരാതി വന്നപ്പോഴാണ് ഞാൻ ആദ്യം ഇവിടെ വന്ന് പരാതി കൊടുത്തത്. HAനെയും ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു പരാതി കൊടുത്തു. അവർ അതനുസരിച്ച് ആദ്യത്തെ വാണിംഗ് കൊടുത്തു വിട്ടായിരുന്നു. രണ്ടാമത് വീണ്ടും മലിനജലവും ഫുഡ് വേസ്റ്റും തോട്ടിലേക്ക് ഒഴുക്കുന്നു പറഞ്ഞപ്പോഴാണ് രണ്ടാമത് നോട്ടീസ് കൊടുത്തു 10,000 രൂപ ഫൈൻ അടപ്പിച്ചു. ഇന്ന് ഇത്ര രൂക്ഷമാകാൻ കാര്യം വെച്ചാൽ ഇന്നലെ കുടുംബിക്കോണിലെ ആ സ്ത്രീകളടക്കമുള്ളവരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കൗൺസിലറെ ഇവിടെ സ്മെല്ല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഒന്ന് വന്ന് പരിശോധിക്കണം. ഞാൻ ഇന്നലെ വന്ന് നോക്കുമ്പോഴാണ് ഒരു 10-50 കിലോ ചിക്കൻ വളരെ മോശമായ രീതിയിൽ ഒരു 5-8 ദിവസത്തെ പഴക്കമുണ്ട്. അത്രയും സ്മെല്ലടക്കം അവിടെ നിന്ന് വരുന്നു. ഞങ്ങളത് ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് HAമാരെ വിളിച്ചു. ഇന്നലെ ആ ഫുഡ് വേസ്റ്റ് എടുത്തും അവർ മാറ്റി. ഇന്ന് കാലത്ത് HA പരിശോധിച്ചപ്പോഴാണ് മോശം ഭക്ഷണ സാധനങ്ങളടക്കം ഇവിടെ ഇരിക്കുന്നു. അതിനേക്കാൾ പേടിപ്പെടുന്ന കാര്യം ഇവിടേക്ക് സപ്ലൈ നടത്തുന്നത് ട്രെയിനിലേക്കുള്ള സപ്ലൈ ആണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം വന്ദേ ഭാരതിൻ്റെ കാർഡുകളടക്കമുള്ള വന്ദേ ഭാരതിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഗ്ലാസും ബോക്സും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഏറ്റവും മോശമായ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇനിയിപ്പം ഇത് അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ മേയറായിട്ടും MLA ആയിട്ടൊക്കെ സംസാരിച്ചു. എത്രയും വേഗം നടപടി എടുക്കാനുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മിനിമൽ ഒരു അടിസ്ഥാന മാനദണ്ഡങ്ങളെങ്കിലും പാലിക്കേണ്ട, അതൊന്നുമില്ലാതെ ഇത്രയും മോശം സാഹചര്യത്തിൽ അപ്പോൾ ഒരുപാട് യാത്രക്കാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. വലിയ ഗുരുതര പ്രശ്നമല്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾ അതനുസരിച്ചാണ് സംസാരിച്ചപ്പോഴാണ് കർശനമായ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് അടച്ചുപൂട്ടാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.